അവിടേക്ക് വിജയ് വരുമ്പോൾ പിന്നീട് അല്പമെങ്കിലും തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു വേരോട്ടം ഉണ്ടാക്കാൻ സാധിച്ചത് വിജയകാന്തിനാണ്. പിന്നീട് ഇപ്പോൾ വിജയ് വരുമ്പോൾ ഈ MGRൻ്റെയും ജയലളിതയുടെയും ഒരു പാരമ്പര്യാവകാശിയായി മാറുമോ വിജയ് എന്നതാണ് ഇപ്പോൾ ആരാധകരും ദേശീയ രാഷ്ട്രീയവും അല്ല നമ്മൾ കേരളത്തിലടക്കം ഉറ്റുനോക്കുന്നത്. ആ ഒരു ചോദ്യചിഹ്നമാണ്. വിജയ് ഈ കമലഹാസനും രജനീകാന്തിനും സാധിക്കാതെ പോയത് വിജയെ കൊണ്ട് സാധിക്കുമോ? പ്രത്യേകിച്ച് വിജയുടെ ഇന്നലത്തെ പ്രസംഗത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, താൻ ഫീൽഡ് ഔട്ട് ആയതിനു ശേഷം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയല്ല, തൻ്റെ നല്ല കാലത്ത് വന്നാണെന്ന് പറയുമ്പോൾ അതിൽ കമലഹാസനെ ഉദ്ദേശിച്ചാണ് വിജയ് അത് പറഞ്ഞതെന്നൊരു ചോദ്യചിഹ്നം കൂടിയുണ്ട്. കാരണം കമലഹാസൻ സൂപ്പർ താരമായിരിക്കുമ്പോഴാണ് മക്കൾ നീതി മയ്യം തുടങ്ങുന്നത്. എന്നാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഏതാനും ചില പ്രാദേശിക ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലെ നേട്ടം ഒഴിച്ചു നിർത്തിയാൽ മക്കൾ നീതി മയ്യം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാവാതെ പോയ ഒരു സംഭവമാണ്. അതോടൊപ്പം തന്നെ വിജയ്ക്ക് എതിരെ ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ ഉയർത്തിവിടുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് തമിഴ് നടി തൃഷയുമായി ബന്ധപ്പെട്ട ആരോപണമാണ്. വിജയ് കുടുംബവുമായി അകലുന്നു, അതിനുശേഷം തൃഷയുമായിട്ടൊരു ബന്ധം തുടങ്ങുന്നു. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് പക്ഷേ ആ ഒരു കാര്യവും തമിഴ് രാഷ്ട്രീയത്തിൽ തമിഴ് നാട്ടിലെ ആരാധകർ എന്ന് പറയുന്നത് അവർ ഇതെല്ലാം കണ്ടും കേട്ടും ഇരിക്കുന്ന ആളുകളാണ്. അപ്പോൾ തൃഷ ഇനി MGRനെ ജയലളിത എന്ന പോലെ വിജയ്ക്ക് തൃഷ ഒരു ജയലളിതയാകുമോ എന്നൊരു ചോദ്യവും ആരാധകർ ഉന്നയിക്കുന്നുണ്ട്. മധുര ഈസ്റ്റ് മത്സരത്തിൽ എന്തായാലും മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന വിജയ് കണ്ണുവയ്ക്കുന്നത് മണ്ഡലത്തിലെ യുവ നിരയെയാണ്.